നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവേളയിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് ആദരവുമായി സംസ്ഥാന സർക്കാർ. ഐക്യരാഷ്ട്രസഭയിൽ മലയാളം മുഴങ്ങിക്കേട്ടത് അമ്മയിലൂടെയാണെന്നത് ഓരോ മലയാളിക്കും അഭിമാനമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. പുരസ്കാരം മലയാള ഭാഷയ്ക്ക് സമർപ്പിക്കുന്നുവെന്ന അമ്മയുടെ 72ാം ജന്മദിനാഘോഷങ്ങൾ നാളെ അമൃതപുരിയിൽ. NSSനെയും SNDPയെയും ഒപ്പം നിർത്താൻ സജീവ നീക്കങ്ങളുമായി BJPയും കോൺഗ്രസും. വെള്ളാപ്പള്ളിയെ വീട്ടിലെത്തി കണ്ട് വി മുരളീധരൻ. ശബരിമല വിഷയത്തിൽ NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾക്ക് അവരുടേതായ തീരുമാനമെടുക്കാമെന്ന് VD സതീശൻ. LDFന്റെ 3ാം തുടർഭരണത്തിന് NSS പിന്തുണ ഗുണമാകുമെന്ന് MV ഗോവിന്ദൻ. സുകുമാരൻ നായർക്കെതിരെ എറണാകുളം കണയന്നൂർ കരയോഗത്തിൽ പ്രമേയം. പത്തനംതിട്ടയിൽ വീണ്ടും പ്രതിഷേധ ബാനർ. UN-ൽ ട്രംപിനെ പുകഴ്ത്തി പാകിസ്ഥാൻ. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ സാധ്യമാക്കിയത് ഡൊണാൾഡ് ട്രംപ് എന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡഡ് മരുന്നുകൾക്ക് 100% വരെ തീരുവ പ്രഖ്യാപിച്ച അമേരിക്ക. പുതിയ തീരുമാനം ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്ക. ലഡാക്കിലെ സംഘർഷത്തിൽ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്ക് അറസ്റ്റിൽ. നടപടി ദേശസുരക്ഷാ നിയമപ്രകാരം. ആസൂത്രണം നടത്തിയത് വാങ്ചുക്ക് എന്ന് ആഭ്യന്തര മന്ത്രാലയം. പ്രതിഷേധക്കാരുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നാളെ ചർച്ച നടത്തും. ലഡാക്കിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുവെന്ന് കോൺഗ്രസ്. പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന കാരണത്തിൽ ഇന്ത്യയുടെ സൂര്യകുമാർ യാദവിന് പിഴ. മാച്ച് ഫീയുടെ 30% ICC പിഴ ചുമത്തി. നടപടി ജയം പഹൽഗാം രക്തസാക്ഷികൾക്ക് സമർപ്പിച്ചതിന്. പ്രകോപനപരമായ ആംഗ്യപ്രകടനങ്ങളിൽ പാക് താരം ഹാരിസ് റൌഫിനെതിരെ കടുത്ത നടപടി ഉണ്ടായേക്കും. അമൃതപുരി ജന്മദിനാഘോഷ നിറവിലാണ്. നാളെയാണ് അമ്മയ്ക്ക് പിറന്നാൾ. മലയാള ഭാഷയുടെ മഹിമ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് സംസ്ഥാന സർക്കാരിന്റെ ആദരം. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ലോകത്തെ അഭിസംബോധന ചെയ്ത് അമ്മ മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവേളയിലാണ് സംസ്ഥാന സർക്കാർ അമ്മയെ ആദരിച്ചത്. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലെ നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു ചടങ്ങുകൾ. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് അമ്മയെ ആദരിച്ചത്. മലയാള ഭാഷയുടെയും സംസ്കാരത്തിന്റെയും ശക്തി ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. ലോകസമാധാനത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും അമ്മയുടെ വാക്കുകൾ ഓരോ മലയാളിക്കും അഭിമാനമാണ്. ഇത് കേവലം ഒരു ആദരവല്ല, അമ്മയോടുള്ള കൃതജ്ഞത കൂടിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശംസകൾ ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അമ്മയെ അറിയിച്ചു. രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് ശ്രീ സജി ചെറിയാനെ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ ആഗോളവേദിയിൽ മുഴങ്ങിക്കേട്ടത് ഓരോ മലയാളിക്കും അഭിമാനമായ നിമിഷമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. നമ്മുടെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ശക്തി ലോകത്തിനു മുമ്പിൽ തെളിയിക്കാൻ ആ പ്രസംഗം നിമിത്തമായി. പലപ്പോഴും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ജീവിത രീതിയെയും നമ്മുടെ ശൈലിയെയും നമ്മുടെ ഭാഷയും വിസ്മരിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല സന്ദേശമാണ് അമ്മ ആദ്യമായി ലോകത്ത് മലയാളത്തിൽ നടത്തിയ പ്രസംഗം എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയിൽ അമ്മ മലയാളത്തിൽ സംസാരിച്ച ദൃശ്യങ്ങൾ വേദിയിൽ പുനരവതരിപ്പിക്കപ്പെട്ടപ്പോൾ അമ്മയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാനായി അമൃതപുരിയിലെത്തിയ ആയിരങ്ങൾ ഹർഷാരവം മുഴക്കി. ലോകത്തിന്റെ പരിച്ഛേദമായി അമൃതപുരി മാറിയെന്ന് ചടങ്ങിൽ ആശംസ നേർന്നുകൊണ്ട് സംസാരിച്ച കരുനാഗപ്പള്ളി MLA CR മഹേഷ് പറഞ്ഞു. മധുര മലയാളത്തെ ലോകത്തിനു മുന്നിൽ ഉയർത്തിപ്പിടിച്ച അമ്മയുടെ വാക്കുകൾ ഉൾക്കൊണ്ട് സ്നേഹവും സാഹോദര്യവും നിലനിർത്തി ജീവിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ഉമാ തോമസ് MLAയും വ്യക്തമാക്കി. മലയാള ഭാഷ
ഭാഷയ്ക്ക് രൂപവും ഭാവവും നൽകിയവരെ ആദരിക്കുന്നതായും ഈ പുരസ്കാരം മലയാള ഭാഷയ്ക്ക് തന്നെ സമർപ്പിക്കുന്നുവെന്നും മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കിയ അമ്മ മലയാള ഭാഷയുടെ പ്രോത്സാഹനത്തിന് എല്ലാ മാതാപിതാക്കളും മക്കളെ പ്രചോദിപ്പിക്കണമെന്നും പറഞ്ഞു. കേരള ഭാഷയ്ക്ക് സമാനം കേരള ഭാഷയ്ക്ക് തന്നെയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ഈ വിശ്വത്തിൽ നമ്മുടേതായ ഒന്നുമില്ല, എല്ലാം ഈശ്വരനാണ്, വിശ്വത്തിൻ്റെതാണ്. ഈ ഭാഷയ്ക്ക് രൂപവും ഭാവവും ഭംഗിയും അർത്ഥവും നൽകിയവരെ ഞാൻ നമിക്കുന്നു. നമ്മളെന്നും ഈ ഭാഷ ആ ബോധം മറക്കാതെ ഉണർത്തിക്കൊണ്ടുവരാനും നിലനിർത്താനും എല്ലാ അച്ഛനമ്മമാരും മക്കൾക്ക് പ്രേരണ കൊടുക്കുന്നത് നന്നായിരിക്കും നമുക്ക് തോന്നുന്നു. മധുര മലയാളം ആദ്യമായി ഐക്യരാഷ്ട്രസഭയിൽ ഉയർന്നു കേട്ടത് അമ്മയിലൂടെയായിരുന്നുവെന്ന് മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു. അമ്മയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകിയ അംഗീകാരം അത് മലയാള ഭാഷയെയും അതിന് ജന്മം നൽകിയ മഹാരഥന്മാരെയും ആദരിക്കുന്നതിന് തുല്യമാണെന്നും സ്വാമിജി പറഞ്ഞു. So Amma would like to accept this recognition on behalf of everyone who has bestowed upon the Malayalam language its form, beauty, feeling and depth of meaning. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണൻ, IG ലക്ഷ്മൺ ഗുഗുലോത്ത് IPS, കേരള ലോ അക്കാദമി ഡയറക്ടർ അഡ്വക്കേറ്റ് നാഗരാജ നാരായണൻ, നടൻ ദേവൻ, മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയ എന്നിവർ അമ്മയെ ഹാരാർപ്പണം ചെയ്ത് ആദരിച്ചു. മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി സ്വാഗതവും സ്വാമിനി സുവിദ്യാമൃതപ്രാണ നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് അമ്മയുടെ നേതൃത്വത്തിൽ ഭജനയും ദർശനവും നടന്നു. അമൃത ന്യൂസ്, കൊല്ലം. നമ്മുടെ മാതൃഭാഷയായ മലയാളം ആഗോളവേദിയായ ഐക്യരാഷ്ട്രസഭയിൽ മുഴങ്ങിക്കേട്ടത് അമ്മയിലൂടെയാണ് എന്നത് ഓരോ മലയാളിക്കും അഭിമാനമാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അമ്മയുടെ ഐക്യരാഷ്ട്രസഭാ പ്രസംഗത്തിന്റെ രജത ജൂബിലിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ആദരം അമ്മയ്ക്ക് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ. അമ്മ ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ പ്രസംഗിച്ചതിൻ്റെ 25ാമത് വാർഷികമാണ് ഇന്ന് ഇവിടെ കടന്നുപോയത്. അമ്മയ്ക്ക് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു, അഭിനന്ദനം അർപ്പിക്കുന്നു. മലയാളിക്ക് വേണ്ടിയും മലയാളത്തിന് വേണ്ടിയും എല്ലാ ഭാവുകങ്ങളും അമ്മയ്ക്ക് ഞാൻ നേരുകയാണ്. നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ ആഗോളവേദിയിൽ മുഴങ്ങിക്കേട്ടത് ഓരോ മലയാളിക്കും അഭിമാനമായ നിമിഷമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. നമ്മുടെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെ ശക്തി ലോകത്തിനു മുമ്പിൽ തെളിയിക്കാൻ ആ പ്രസംഗം നിമിത്തമായി. പലപ്പോഴും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ജീവിത രീതിയെയും നമ്മുടെ ശൈലിയെയും നമ്മുടെ ഭാഷയും വിസ്മരിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല സന്ദേശമാണ് അമ്മ ആദ്യമായി ലോകത്ത് മലയാളത്തിൽ നടത്തിയ പ്രസംഗം എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിറന്നാൾ അമ്മയ്ക്ക് ആഘോഷമല്ലെന്നും അമ്മ നടത്തുന്ന ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളുടെ തുടർച്ച മാത്രമാണെന്നും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും മുതിർന്ന സന്യാസിവര്യനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു. മക്കളാണ് അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്നത്. കൂടുതൽ മക്കളെ ഒരുമിച്ച് കാണുന്നതിന്റെ സന്തോഷമാണ് അമ്മയ്ക്കുള്ളതെന്നും സ്വാമിജി പറഞ്ഞു. നാളെയാണ് അമ്മയുടെ ജന്മദിനം. നാളെ 27 സെപ്റ്റംബർ 27. അതിരാവിലെ ഒരു 5:30-6 മണിയോടുകൂടി ഏതാണ്ട് 108 ബ്രഹ്മചാരികളും ബ്രഹ്മചാരിണികളും ചേർന്ന് നടത്തുന്ന ഒരു ഹോമമുണ്ട്. അതേസമയം തന്നെ 15 സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ഈ ആദിവാസി സഹോദരി സഹോദരന്മാർ അവരുടെ സാമ്പ്രദായികമായിട്ടുള്ള പൂജ ചെയ്യും. അതിനുശേഷം ഈ ഒരു ചെറിയ ആധ്യാത്മിക പ്രഭാഷണം ഉണ്ടാകും. അത് കഴിയുമ്പോൾ ചെറിയൊരു സംഗീത പരിപാടി ഉണ്ടാകും. അത് കഴിഞ്ഞ് അമ്മയുടെ പാദപൂജ കഴിഞ്ഞിട്ട് അമ്മയുടെ സന്ദേശം, അമ്മയുടെ ജന്മദിന സന്ദേശം അമ്മ ചിലപ്പോൾ എല്ലാവരെ കൊണ്ടും കുറച്ചൊരു ആത്മധ്യാനം, ലോക സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യിക്കും. അത് കഴിയുമ്പോഴാണ് ഈ പൊതുപരിപാടി ആരംഭിക്കുന്നത്. അമ്മയ്ക്ക് ജന്മദിനം ആഘോഷിക്കുന്നതിൽ യാതൊരു താല്പര്യമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ഉള്ള സന്തോഷം ഈ എല്ലാ മക്കളും കൂടെ വന്നിരുന്ന് അവരെ കാണുന്നതും. അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെ മക്കളെ കാണുക, അവരെ ആശ്ലേഷിക്കുക, അവരുടെ ദുഃഖം കേൾക്കുക,
അവരുടെ കണ്ണീരൊപ്പുക, അവർക്ക് കഴിയുന്നത്ര കാര്യങ്ങൾ സഹായം ചെയ്തു കൊടുക്കുക. ഇതിൽ കവിഞ്ഞൊരു സന്തോഷം അമ്മയ്ക്ക് മറ്റൊന്നുമില്ല. അമ്മയുടെ ദൈനംദിന ദിനചര്യകളിൽ അമ്മ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണിത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് പീരീഡ് വരുന്നു. അത് കുറച്ചുകൂടെയൊക്കെ നമ്മൾ മറ്റ് ചില മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒക്കെ അത് കുറച്ചുകൂടെ വ്യാപിപ്പിക്കുന്നു എന്നല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും പ്രത്യേകിച്ച് അന്നില്ല. പിന്നെ കുറച്ച് ആൾ കൂടും, ചില പ്രധാന വ്യക്തികളൊക്കെ വരും, അതൊക്കെ സന്തോഷം. അമ്മയുടെ ജീവിതം പ്രേമ മഹോത്സവമാണെന്നും ലോകത്തുള്ള മക്കളെ ചേർത്ത് പിടിച്ച് സ്നേഹം ചൊരിയുന്നുവെന്നും മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. ലോകത്തുള്ള അമ്മയുടെ മക്കൾ ആ കരങ്ങളിൽ സുരക്ഷിതരാണെന്നും സ്വാമിജി പറഞ്ഞു. അമ്മയുടെ ജീവിതം പ്രേമ മഹോത്സവമാണ്. തനിക്ക് ജന്മദിനമില്ലെന്നാണ് അമ്മ പറയുന്നത്. മഹാത്മാക്കൾ ദേഹപരിമിതരല്ല. അവർ ശരീരബോധത്തെ മറികടന്നവരാണ്. ഈ വിശ്വം മുഴുവനും അവരുടെ ശരീരമാണ് എന്നാണ് അവർക്ക് തോന്നുന്നത്. അതിൻ്റെ അമ്മയ്ക്ക് തോന്നുന്ന പ്രേമം നമുക്ക് ഭാവന ചെയ്യാൻ സാധിക്കും. എന്നാൽ അമ്മയുടെ പ്രേമം അതിനേക്കാൾ അനേക കോടി മടങ്ങ് കൂടുതലാണ്. തൻ്റെ സ്വന്തം കുഞ്ഞിനോട് സ്നേഹവും ലാളനയും പ്രകടിപ്പിക്കുവാൻ ഒരു മാതാവിന് എളുപ്പമാണ്. എന്നാൽ അമ്മ ഏവരെയും തൻ്റെ കുഞ്ഞായി കരുതി സവിശേഷമായ പ്രേമം ചൊരിയുന്നു. നമ്മെ ഏവരെയും ആ ദിവ്യപ്രേമത്താൽ ബന്ധിക്കുന്നു. അമ്മ രാഗസ്വരൂപ പാഷാഢ്യാണ്. അതിനാലാണ് നാം എല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. അമ്മ എല്ലാവരെയും സ്നേഹപാശത്താൽ ബന്ധിച്ചിരിക്കുന്നു. തൻ്റെ മക്കളെ സംരക്ഷിക്കാൻ ഒരമ്മയ്ക്ക് സാധിച്ചിരിക്കണം. തൻ്റെ മക്കളെ സംരക്ഷിക്കാൻ, പ്രപഞ്ചത്തിലുള്ള സകല മക്കളെയും സംരക്ഷിക്കാൻ ദേവി ശക്തയാണ്. പക്ഷേ വഴങ്ങിക്കൊടുക്കണം, സമർപ്പണ ഭാവം വേണം. ഉള്ളിലെ മഹിഷാസുരനെ ഇല്ലായ്മ ചെയ്യണം. വാസ്തവത്തിൽ ഇത് ബാഹ്യമായിട്ടല്ല, നമ്മുടെ ഉള്ളിലാണ് സംഭവിക്കുന്നത്. ആത്മീയ ചൈതന്യത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് നയിക്കുന്നതിനോടൊപ്പം ഭൗതിക ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അമ്മ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ നിസ്തുലമാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. അമ്മയ്ക്ക് പിറന്നാൾ ആശംസ നേരുകയായിരുന്നു അദ്ദേഹം. 72ാം പിറന്നാളിലേക്ക് കിടക്കുന്ന അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. ആത്മീയ ചൈതന്യത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് വിശ്വാസി സമൂഹത്തെ ആനയിക്കുന്നത് പോലെ തന്നെ ഭൗതിക ജീവിതത്തിൻ്റെ നാനാമേഖലകളിൽ ഒരു വലിയ വിഭാഗത്തെ മുന്നോട്ട് നയിക്കുന്ന രംഗത്ത് മാതാ അമൃതാനന്ദമയി മഠം നടത്തുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഇന്ന് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു. ആതുര സേവന രംഗത്ത് വലിയ രൂപത്തിലുള്ള ആതുരാലയം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഡീംഡ് യൂണിവേഴ്സിറ്റി അടക്കം സ്ഥാപിച്ച് വലിയ രൂപത്തിൽ ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവന നൽകാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതിനൊക്കെ പുറമെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് വിവിധ തരത്തിലുള്ള ക്ഷേമ പദ്ധതികളും ഒപ്പം സേവനത്തിൻ്റെ തുറകളിൽ ഇടപെടാനുള്ള നീക്കങ്ങളും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ച് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഈ വർഷം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും വിജയകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി അമ്മയ്ക്ക് ജന്മദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. കാരുണ്യത്തിന്റെ ആൾരൂപമായിട്ടാണ് അമ്മയെ കാണുന്നതെന്ന് മുൻ പ്രതിരോധ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണി പറഞ്ഞു. 72ാം ജന്മദിനം ആഘോഷിക്കുന്ന അമ്മയ്ക്കും അമൃതാനന്ദ മഠത്തിനും എൻ്റെ ഹൃദ്യമായ ആശംസകൾ നേരുകയാണ്. മറ്റെല്ലാത്തിലുപരി അമ്മയിൽ ഞാൻ കണ്ട പ്രത്യേകത കാരുണ്യത്തിൻ്റെ ഒരാൾരൂപമായിട്ടാണ് ഞാൻ അമ്മയെ കാണുന്നത്. കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന, ഒറ്റപ്പെടുന്ന മനുഷ്യരോടുള്ള കാരുണ്യം
അതാണ് അമ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ പ്രത്യേകമായി കാണുന്നത്. വളരെ വർഷങ്ങളായി മഠവുമായും അമ്മയുമായും എനിക്ക് വളരെ അടുപ്പമുണ്ട്. ഇന്ന് ലോകമൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ സേവന രംഗമായി മഠം മാറിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് അമ്മയോടുള്ള വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പ്രയാസമായിട്ടുള്ള അമ്മയുടെ നന്മയോടുള്ള ആകർഷണമാണ്. ലോകമെമ്പാടുമുള്ള ധാരാളം ഭക്തർ അല്ലെങ്കിൽ അമ്മയുടെ ആരാധകർ, അമ്മയെ ഇഷ്ടപ്പെടുന്നവരെ അങ്ങോട്ട് ആകർഷിക്കാനിടയായിട്ടുള്ളത്. ഇനി ദീർഘകാലം ജനങ്ങളെ സേവിക്കാൻ, കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ, മഠത്തിനെ കൂടുതൽ ജനപ്രിയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാനുള്ള ആരോഗ്യവും അമ്മയ്ക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ 72ാം ജന്മദിനത്തിന് എൻ്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്. നമസ്കാരം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി അമൃത ടിവിയുടെ പവലിയൻ അമൃതപുരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഉദ്ബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന മാതൃവാണി മാസികയുടെ മുൻലക്കങ്ങൾ നിധി പോലെ സൂക്ഷിക്കുന്ന 2 പേരുണ്ട് കോട്ടയത്ത്. ആർപ്പൂക്കര സ്വദേശികളായ ഡോക്ടർ PS സുകുമാരൻ, KR ശശിധരൻ പിള്ള എന്നിവരുടെ കൈവശമുള്ളത് മാതൃവാണിയുടെ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലെ ലക്കങ്ങളാണ്. അമ്മയുടെ ഉദ്ബോധനങ്ങൾ വായിച്ചു മറക്കേണ്ടവയല്ല, എന്നേക്കുമായി സൂക്ഷിക്കേണ്ടവയാണെന്നാണ് ഇരുവരുടെയും കാഴ്ചപ്പാട്. വാക്കുകൾ ലോകമുള്ള കാലത്തോളം പ്രസക്തമാണ്. അത് ഏതെങ്കിലും ജാതിമത വിഭാഗങ്ങൾക്ക് മാത്രമായുള്ളതല്ല, ലോകനന്മയ്ക്കും എല്ലാവരുടെയും ക്ഷേമത്തിനും വേണ്ടിയുള്ളതാണ്. 1991 മുതൽ മാതൃവാണിയുടെ വരിക്കാരനായ അന്നു മുതലുള്ള ലക്കങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കോട്ടയം ആർപ്പൂക്കര സ്വദേശി ഡോക്ടർ PS സുകുമാരന്റെ വാക്കുകളാണിത്. സത്സംഗത്തിന്റെയും കോട്ടയം പുല്ലരിക്കുന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിലെയും സജീവ പ്രവർത്തകനാണ് MG സർവകലാശാല സ്കൂൾ ഓഫ് ബിഹേവിയറൽ സയൻസ് വിഭാഗം മുൻ മേധാവി കൂടിയായ ഡോക്ടർ സുകുമാരൻ. അമ്മ പറയുന്നത് ധർമ്മം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് താളമാണ്. ആ താളം തെറ്റിക്കുന്ന മനുഷ്യനാണ്. അപ്പം അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി അമ്മ വരുന്നത്. അപ്പോൾ അതിനുതകുന്ന തരത്തിലുള്ള ലേഖനങ്ങളാണ് അതിലുണ്ടാവുക. ഇത് സാധാരണക്കാരുടെ കൈകളിൽ എത്തണം, അവർ വായിക്കണം. അപ്പോൾ അതിന് ഈ ഒരു മാസിക ഒരേ തവണ അമ്മയാണ്, അമ്മയുടെ പുഞ്ചിരിക്കുന്ന മുഖമായിട്ടുള്ളൊരു പടത്തോട് വീട്ടിലൊരു മാസികയാണ് അവിടെ വരിക. ആ ഫ്രണ്ട് പേജത്തിന് അമ്മയുടെ പടം കാണാം. അമ്മ തന്നെയാണ് വരുന്നത്, എൻ്റെ വീട്ടിലേക്ക് അമ്മ കയറി വരുന്ന പോലെയാണ്. മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന മാതൃവാണി വിശേഷാൽ പതിപ്പിൽ അമ്മയുടെ വിദ്യാഭ്യാസ വിപ്ലവം എന്ന വിഷയത്തിൽ ഡോക്ടർ സുകുമാരൻ ലേഖനവും എഴുതിയിട്ടുണ്ട്. വിശേഷാൽ പതിപ്പുകളുടെ മുൻലക്കങ്ങളും അമ്മയെക്കുറിച്ചുള്ള വിവിധ പുസ്തകങ്ങളും അടക്കം വലിയ ശേഖരവും ഇദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. ആർപ്പൂക്കര സ്വദേശിയും പുല്ലരിക്കുന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിലെ തന്നെ സജീവ പ്രവർത്തകനുമായ അറക്കൽ KR ശശിധരൻ പിള്ളയുടെ പക്കൽ മാതൃവാണിയുടെ 1993 മുതലുള്ള ലക്കങ്ങളാണ് ഉള്ളത്. ഒന്നുപോലും നഷ്ടപ്പെടാതിരിക്കാൻ ഓരോ വർഷത്തെയും ലക്കങ്ങൾ ഒന്നിച്ച് ബൈൻഡ് ചെയ്താണ് ഇദ്ദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. മാതൃവാണി കിട്ടിയാൽ ഉടനെ എല്ലാ മാസം ഭദ്രമായിട്ട് അത് അന്നേരം അങ്ങ് പൊതിയും, പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ഇന്ന മാസത്തെ എന്ന് എഴുതി വെക്കും. 12 മാസമായ ഉടനെ ഞാനത് പ്രസ്സിൽ കൊടുത്ത് ബൈൻഡ് ചെയ്യും. ഞാൻ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതിഹാസങ്ങൾ ഇതൊന്നും കാര്യമായി പഠിച്ചിട്ടില്ല. പക്ഷേ കുറച്ച് നാൾ ഈ മാതൃവാണി വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള സകല സാരാംശങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. കാനറ ബാങ്ക് അസിസ്റ്റന്റ് മാനേജറായി 2017 റിട്ടയർ ചെയ്ത ശശിധരൻ പിള്ള 2023 സൈക്കോളജിയിൽ മാസ്റ്റർ ഡിഗ്രി കരസ്ഥമാക്കി. ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസും ലഹരിക്കെതിരായി കൗൺസിലിങ്ങും ബോധവൽക്കരണവും നൽകി വരുന്നുണ്ട്. അമ്മയുടെ ഉദ്ബോധനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി മാതൃവാണിയുടെ പ്രചാരണത്തിന് ഡോക്ടർ PS സുകുമാരനും KR ശശിധരൻ പിള്ളയും സജീവ നേതൃത്വവും നൽകി വരുന്നുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. കുവൈറ്റിൽ കുടുംബ വിസയിൽ കഴിയുന്ന താമസ നിയമലംഘകർക്ക് താമസരേഖ നിയമപരമാക്കാൻ അവസരം നൽകാൻ ആലോചന. ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്ന് പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. വിവാഹബന്ധം വേർപെട്ടതിനെ തുടർന്നും മറ്റ് വിവിധ കാരണങ്ങളാലും താമസരേഖ പുതുക്കുവാൻ സാധിക്കാതെ രാജ്യത്ത് നിയമലംഘകരായി കഴിയുന്നവർക്ക് താമസരേഖ നിയമപരമാക്കുവാൻ അവസരം നൽകുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മാനുഷിക പരിഗണന മുൻനിർത്തിയുള്ള ഈ നീക്കം. ഇതിനായി നിശ്ചിത സമയം അനുവദിക്കുമെന്നും ഈ കാലാവധിക്ക് ശേഷം പിന്നീട് താമസരേഖ നിയമപരമാക്കുവാൻ അവസരം നൽകില്ലെന്നും പത്രം റിപ്പോർട്ട് ചെയ്തു.
കുവൈറ്റിൽ കള്ളനോട്ടടിക്കുന്നയാൾ പിടിയിലായി. ഖൈത്താൻ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച അജ്ഞാത സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. രാജ്യത്തെ നിരവധി പ്രദേശങ്ങളിൽ കള്ളനോട്ടുകൾ വിതരണം ചെയ്തതായി ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് കുറ്റസമ്മതം നടത്തി. സബ അൽ അഹമ്മദ് പ്രദേശത്ത് തന്റെ കുടുംബവകയായുള്ള ഷാലറ്റിൽ വെച്ച് താൻ തന്നെയാണ് കള്ളനോട്ട് അടിച്ചതെന്നും ഇയാൾ അറിയിച്ചു. ശാലയിൽ നടത്തിയ പരിശോധനയിൽ സ്കാനറുകൾ ഘടിപ്പിച്ച 20-ലധികം പ്രിന്ററുകളും ഡസൻ കണക്കിന് അച്ചടി മഷികളും പേപ്പറുകളും മറ്റ് രാസവസ്തുക്കളും പ്രിന്റ് ചെയ്ത് തയ്യാറാക്കിയ ആയിരക്കണക്കിന് വ്യാജ നോട്ടുകളും പിടിച്ചെടുത്തു. സൗദി അറേബ്യയിലെ ഫാഷൻ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ഉണർവേകി മൂന്നാമത് സൗദി ഫാഷൻ ആൻഡ് ടെക്സ്റ്റൈൽ എക്സ്പോ 2025 ജിദ്ദ ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ ആരംഭിച്ചു. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 50ഓളം സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. സൗദി ഫാഷൻ ആൻഡ് ടെക്സ്റ്റൈൽ എക്സ്പോ 2025 ജിദ്ദ ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ ആരംഭിച്ചു. സെപ്റ്റംബർ 25 മുതൽ 28 വരെ 4 ദിവസങ്ങളിലായാണ് ഫാഷൻ ടെക്സ്റ്റൈൽ നടക്കുന്നത്. സൗദി ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് കൻസൂരി ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ കോൺസുൽ ജനറൽ ജിദ്ദ ചേംബർ ബോർഡ് മെമ്പർ സാദ് മൊസാഹിൽ അൽ ഒഥൈബിയുമായി ചേർന്ന് എക്സ്പോയിലെ ഇന്ത്യൻ പവലിയൻ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം ടെക്സ്റ്റൈൽ വസ്ത്രനിർമ്മാണ മേഖലകളിൽ നിന്നുള്ള 50-ലധികം ഇന്ത്യൻ കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഗുണമേന്മ, ഡിസൈൻ, സുസ്ഥിരത എന്നിവയിലെ ഇന്ത്യയുടെ കരുത്ത് എടുത്തു കാണിക്കുന്നതാണ് എക്സിബിഷൻ. ഇറ്റലി, ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഉൾപ്പെടെ 20-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 300-ലധികം സ്ഥാപനങ്ങൾ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് ഫാഷൻ ടെക്സ്റ്റൈൽ രംഗത്തെ ലോകോത്തര ട്രെൻഡുകളും ഉൽപ്പന്നങ്ങളും നേരിട്ടറിയാൻ അവസരം നൽകുന്നു. സുൽഫിക്രോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. സൗദി അറേബ്യ പാലസ്തീൻ അതോറിറ്റിക്ക് ധനസഹായം നൽകാനായി അന്താരാഷ്ട്ര സഖ്യം സ്ഥാപിച്ചു. അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ധനസഹായം നിർത്തിയതിനെ തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പലസ്തീൻ. അതോറിറ്റിക്ക് നേരിട്ട് ധനസഹായം നൽകാനായി പ്രധാന പങ്കാളികളുമായി ചേർന്ന് അടിയന്തര അന്താരാഷ്ട്ര സഖ്യം സ്ഥാപിച്ചതായി സൗദി വിദേശമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനാണ് പ്രഖ്യാപിച്ചത്. പലസ്തീൻ അതോറിറ്റിക്ക് സൗദി $90 ദശലക്ഷം സഹായം നൽകും. അന്തരിച്ച സൗദി അറേബ്യൻ ഗ്രാൻഡ് മുഫ്തിയും ഉന്നത പണ്ഡിത സഭ ചെയർമാനുമായിരുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖിന്റെ കുടുംബത്തിനും ബന്ധുക്കൾക്കും അനുശോചനം നേരിട്ടറിയിക്കാനായി കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന ഉപാധ്യക്ഷനും ഗൾഫ് ഇസ്ലാഹി കോർഡിനേഷൻ ചെയർമാനുമായ ഡോക്ടർ ഹുസൈൻ മടവൂർ സൗദിയുടെ തലസ്ഥാനമായ റിയാദിലെത്തി. ഷെയ്ഖിന്റെ ഔദ്യോഗിക വസതിയിൽ മക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും ഉന്നത പണ്ഡിത സഭാംഗങ്ങളെയും അദ്ദേഹം ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ഷെയ്ഖിന്റെ വിയോഗം പണ്ഡിത ലോകത്തിന് വലിയ നഷ്ടമാണെന്നും ഇന്ത്യയിലെ മുസ്ലിം നവോത്ഥാന വിദ്യാഭ്യാസ സംരംഭങ്ങൾ അദ്ദേഹത്തിന്റെ പിന്തുണ വളരെ വലുതായിരുന്നുവെന്നും ഹുസൈൻ മടവൂർ പറഞ്ഞു. യുഎന്നിൽ അമേരിക്കയെ പുകഴ്ത്തിയ പ്രസ്താവനയുമായി പാകിസ്ഥാൻ. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ സാധ്യമാക്കിയത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ധീരമായ ഇടപെടൽ യുദ്ധം അവസാനിപ്പിച്ചു. വിജയിച്ചത് പാക് സൈന്യമെന്നും പാക് പ്രധാനമന്ത്രി അവകാശവാദം ഉന്നയിച്ചു. നൊബേൽ സമ്മാനത്തിന് ഏറ്റവും അർഹനായ വ്യക്തി ട്രംപാണെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ രാഷ്ട്രീയ മുതലെടുപ്പിനായി യുദ്ധം ആരംഭിച്ചു. പാക് സൈന്യം വൻ വിജയം കൈവരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡഡ് മരുന്നുകൾക്ക് 100% വരെ തീരുവ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താരിഫ് ഒക്ടോബർ 1 തീയതി മുതൽ നിലവിൽ വരും. അമേരിക്കയിൽ ഫാക്ടറി സ്ഥാപിച്ച് മരുന്നുൽപാദനം നടത്തുന്ന കമ്പനികൾക്ക് ഈ തീരുവ ബാധകമല്ലെന്നും ട്രംപ് സാമൂഹ്യമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. പാകിസ്ഥാനെതിരായ മത്സരശേഷം നടത്തിയ പ്രതികരണങ്ങളിൽ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിനെതിരെ ICC നടപടി. സൂര്യകുമാറിന് ICC പിഴ ചുമത്തിയതായി PTI റിപ്പോർട്ട് ചെയ്യുന്നു. മാച്ച് ഫീയുടെ 30% സൂര്യകുമാറിന് പിഴയായി വിധിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കപ്പെടാവുന്ന പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഇന്ത്യ T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനോട് ICC മാച്ച് റഫറി റിച്ചി റിച്ചാർഡ്സൺ നേരത്തെ നിർദ്ദേശവും നൽകിയിരുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നൽകിയ പരാതിയിലാണ് ICCയുടെ നടപടി. ഏഷ്യ കപ്പ് സൂപ്പർ 4-ലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനിടെ പ്രകോപനപരമായ ആംഗ്യപ്രകടനങ്ങളുടെ പേരിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഹാരിസ് റൌഫിനെതിരെ കടുത്ത നടപടികളുമായി രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ. വിവാദമായ 6-0 ആംഗ്യത്തിന്റെ പേരിലാണ് ഹാരിസ് റൌഫിനെതിരായ നടപടി. പാക് താരങ്ങൾക്കെതിരെ BCCI ICCക്ക് പരാതി നൽകിയിരുന്നു. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.